പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ മുൻ വീഡിയോയില്ലേ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ്, അതിൽ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഈ താഴത്തെ കൂട്ടിൽ ഒരാളെ വെച്ചിരുന്നു എന്നുള്ളത്. മല്ലിക, മല്ലിക ചെറിയ കുട്ടിയാണ്. അത് നമ്മുടെ ചാന്ദിനിയുടെ മോളാണ്. അവളുടെ മുട്ട വിരിഞ്ഞാണ്. ചാന്ദിനിക്ക് മല്ലികയ്ക്ക് ഞാൻ 12 മുട്ടയെ മൊത്തത്തിലേ വെച്ച് കൊടുത്തുള്ളായിരുന്നു, ആദ്യത്തെ വരുന്ന വെപ്പായതുകൊണ്ട്. അതിലിതാ വാപിച്ച് കുട്ടിയല്ലേ, ഇത് കണ്ടോ നോക്കിയാൽ, അതിൽ 10 പേരെ അവൾ വിരിച്ച്. ആദ്യത്തെ വിരിക്കലായിരിപ്പം ഇരുന്നപ്പം തന്നെ 10 കുട്ടികളെ അവൾ വിരിച്ച്. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇപ്പം ഇറക്കി വിട്ടതേ ഉള്ളൂ, ഇന്നലെയാണ് വിരിഞ്ഞത്, ഇപ്പം ഇറക്കി വിട്ടതേ ഉള്ളൂ. അപ്പം 12 മുട്ട വെച്ച് കൊടുത്തതാണ്. അതിനകത്ത് 2 എണ്ണം ഞാൻ വിരിയുന്നതനുസരിച്ച് ഞാൻ ഈ കാലി തോടെടുത്ത് കളയുവേ, അതല്ലെങ്കിൽ കുഞ്ഞ് വിരിഞ്ഞ് കിടക്കുന്നതിന് ബുദ്ധിമുട്ടാകും. പിന്നെ വിരിയാത്ത മുട്ടയുടെ തോട് ഇതിനകത്തോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അവൾക്ക് വിരിക്കാൻ പറ്റത്തില്ല. 2 മുട്ട ബാലൻസാക്കി അവൾ, അത് സാരമില്ല. എന്നാലും അവൾ 10 എണ്ണം വിരിച്ചതാ കുഞ്ഞുങ്ങളെ തന്ന്. ഇതിനകത്ത് വേറെ കോഴികളുടെ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ആ വെളുപ്പ് കളർ കാണുന്നില്ലേ, അത് വേറെ കോഴികളുടെയാണ്. അവളുടെ കളറിൽ 2-3 കുട്ടികളെ കണ്ടിരുന്നു, 5 എണ്ണം. അത് വന്നിട്ട് ഇവളുടെ സ്വന്തം മുട്ടയാണ്. എല്ലാം നാടൻ കോഴികളാണ് കേട്ടോ, നാടൻ മുട്ടകൾ മാത്രമേ വെക്കത്തുള്ളൂ ഞാൻ. അപ്പോൾ അത് കണ്ടല്ലോ അല്ലേ. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലാവ് ഈ 2ാമത്തെ പ്രാവശ്യവും 1 വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്നതല്ലേ, വീണ്ടും ചക്ക ഇട്ട് തുടങ്ങി. മേളിലോട്ട് ഒത്തിരി ഉണ്ട്, കാരണം സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ചെരുപ്പ് കായ്ക്കും. ഇതോട്ടോ ചെരുപ്പ് കായ്ച്ചേക്കുന്നുണ്ടോ, ഈ ചെരുപ്പിൻ്റെ മേളുവശത്ത് കാണാം ഒരു ചക്ക ഉണ്ടോ. അതുകൊണ്ട് അതിൻ്റെ മേളിൽ വിരിയാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ തകരത്തിൻ്റെ പുറത്തോട്ട് പോയേക്കുന്ന കൊമ്പുകളിലൊക്കെ ചക്ക ഇഷ്ടംമാതിരിയുണ്ട്. ഇത് ആയൂർ ആരോഗ്യ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും. ഇതൊരു തൈക്ക് 350 രൂപയാണ്. പിറ്റേ വർഷം വെച്ച് പിറ്റേ വർഷം കായ്ക്കാവുന്ന പ്രായമാകുന്നതിന് കേട്ടോ. അതായത് തൈ ഇച്ചിരി വലുതായിരിക്കും. കണ്ടില്ലേ, ആദ്യമായിട്ട് ലോകം കണ്ടു അവർ. അതൊക്കെ അള്ളാൻ്റെ കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇവരെ എല്ലാവരെയും വലിയ കുട്ടികളാക്കി തരുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ മറ്റേ 15 എണ്ണം ഉള്ളത്, 15 മുട്ട വെച്ച് 14 വിരിഞ്ഞില്ലേ, ഇവരിപ്പോൾ ഓടി നടക്കാറൊക്കെ ആയി. മരുന്ന് കൊടുത്തു. പിന്നെ അവിടെ പിള്ളേരില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരുത്തിയത് അവിടെ മുട്ടയിടാൻ കുത്തിയിരിപ്പുണ്ട്, വായും പൊളിച്ചുകൊണ്ടില്ലേ. അത് പിന്നെ നമ്മുടെ താറാവിൻ്റെ മുട്ട പൊരുന്ന് വെക്കണമെന്നുണ്ട്. താറാവിൻ്റെ മുട്ട പൊരുന്ന് വെക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ പൊരുന്നുന്ന കോഴി അവർ 3 പേരാണ്. ഒരാൾ പൊരുന്നിയ ആ താറാവിൻ്റെ മുട്ടയും കൂടെ വെച്ച് താറാവുകളുടെ എണ്ണം നമുക്ക് കൂട്ടണം. ഇവർ ഡെയിലി മുട്ട ഇടുന്നുണ്ടാവുള്ളൂ. അപ്പുറത്ത് നിൽക്കുന്നവളാ ഇപ്പുറത്ത് നിൽക്കുന്ന പൂവനാണ്. എല്ലാവരും